ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നാണ് ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ടേ തുടങ്ങിയ മഴയാണ്, ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, ദോശയും ഇഡലിയൊക്കെയാണ്. ഇതിന് സാമ്പാറും. അപ്പോൾ സാമ്പാർ ഞാൻ പരിപ്പ് വെള്ളത്തിട്ടിട്ടുണ്ട്, അരി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്, എന്തായാലും അരി ഉഴുന്നും കൂടി. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പാറിനുള്ള പരിപ്പ് വെച്ചെടുക്കാം കുക്കറിനകത്ത്. അപ്പോൾ സാമ്പാർ പരിപ്പ് അടുപ്പത്ത് വെച്ച് കുക്കറിൽ വെച്ച് 2 വിസിൽ അടിക്കുന്നവരെ ഞാൻ വേവിച്ചെടുക്കും. അപ്പം നേരത്തെ അത് വെള്ളത്തിൽ ഇട്ടായിരുന്നത് കുതിരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കാപ്പി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് വെള്ളരിക്ക ഉണ്ടായിരുന്ന എല്ലാ കഷ്ണങ്ങളും ഞാൻ എടുക്കുന്നുണ്ട്. പടവലങ്ങ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ ഒരു വഴുതനങ്ങയുടെ ഹാഫ് ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ 2 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വരാം. പച്ചക്കറിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ട് കഴുകിയെടുക്കാവേ. തക്കാളി ഞാൻ അരിഞ്ഞും കിട്ടും കേട്ടോ. സാധാരണ തക്കാളിയൊക്കെ മാറ്റിയൊക്കെ കിട്ടുന്നു, അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പച്ചമുളക് ഇട്ടു, 2 കറിവേപ്പിലയും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കഴുകിയെടുക്കാം. വെള്ളരിക്ക, ഇനി വെള്ളരിക്ക കട്ട് ചെയ്യാൻ പോകുന്നു. വെള്ളരിക്കയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊരു കുഞ്ഞ് തട്ടിക്കൂട്ട് സാമ്പാറാണേ. മനുഷ്യന് ദോശ വേണ്ട ഇടയിലാണ് 2 ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് പറയാം. ദോശ അപ്പൊ ദോശ സാമ്പാർ രാവിലെ കേട്ടോ. ഇന്നത്തെ സ്പെഷ്യല് രാവിലെ ദോശ സാമ്പാറുമാണ്. പച്ചക്കറികളൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് പരിപ്പ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുവാണല്ലോ, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് നമുക്ക് ബാക്കി മസാലയൊക്കെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. പടവലങ്ങി എത്രയും മതിയായിരിക്കും, ഒരുപാട് കഷ്ണങ്ങളുടെ ആവശ്യമില്ല, കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി എല്ലാം. രാവിലെ നല്ല നല്ല മഴയൊക്കെ ഉള്ള ദിവസം നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ വർക്കിംഗ് ഡേ ആണ് നമുക്ക്. ഇനി ഉരുളക്കിഴങ്ങ്, സാമ്പാറിന് ഒരു കൊഴുപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. അത് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പിൻ്റെയൊക്കെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വിസിൽ പോയത് ഞാൻ എടുത്തു കണ്ടോ, പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഷ്ണങ്ങളെല്ലാം പച്ചമുളക് രണ്ടായിട്ടൊന്ന് കീറി ഇട്ടേക്കണേ. പച്ചക്കറികളെല്ലാം നമ്മൾ ഈ വെന്ത് വെച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണേ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. കറിവേപ്പില ഇത് ലാസ്റ്റ് വരണം, കടു പൊട്ടിക്കാൻ കൂടി ഞാൻ എടുക്കും. ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കിത് വീണ്ടും അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കാം, നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവേ. ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സാമ്പാറിന് പ്രധാനപ്പെട്ട സാധനമാണ് കായം. കായം ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണേ, കട്ടക്കായമല്ല, കായപ്പൊടി. കട്ടക്കായം നല്ലതാണ്, പൊടിയേക്കാട്ടിന് ഇച്ചിരി മണമൊക്കെ കട്ടക്കായത്തിനാണ്. പക്ഷെ നമ്മൾ ഈ അച്ചാറൊക്കെ ഇടാനായിട്ട് കായപ്പൊടി മേടിച്ചപ്പോൾ ഇത് വാങ്ങിയതേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഫിസിൽ അടുപ്പിച്ചാൽ മതി. ഒറ്റ ഫിസിലിന് കഷ്ണങ്ങളൊക്കെ വെന്തോളും. ഒത്തിരി ഫിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് വല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഞാൻ ഒരു ഫിസിലേ അടുപ്പിക്കത്തുള്ളൂ കേട്ടോ. അതുവരെ അത് ഇടുന്നത് ഒരു ഫിസിൽ അടിക്കുന്നതായിരിക്കുന്നത് വേഗട്ടെ. അപ്പോഴേക്കും നമുക്കിനി അരച്ചു വെച്ച മാവിനകത്ത് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. രാവിലെ ഞാൻ ഉപ്പ് ചേർക്കുള്ളൂ, അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കത്തില്ല കേട്ടോ. രാവിലെ മാത്രമേ ഉപ്പ് ചേർത്ത് എടുക്കുകയുള്ളൂ. ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് ചേർക്കും. തലേദിവസം ഉപ്പ് ചേർത്ത് വെച്ചാൽ പുളിക്കത്തില്ല എന്ന് പറയും. അതുകൊണ്ട് ഉപ്പ് ഞങ്ങൾ രാവിലെ ചേർത്ത് കൊടുക്കും. നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡിയാണ്. പാക്കറ്റ് മാവൊക്കെ വാങ്ങിയാൽ കിട്ടും, പക്ഷേ ഉണ്ടല്ലോ അത് ഭയങ്കര പുളിയായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ അരച്ച് വെച്ചാൽ നമുക്ക് നന്നായിട്ട് നല്ല ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് ഉണ്ടാക്കി സാമ്പാർ വേകുമ്പോഴത്തേക്ക് ഞാൻ ദോശ റെഡിയാക്കി എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ അത്രയും പണികൾ കഴിഞ്ഞിരിക്കും.
കുക്കർ ഫിസിലൊക്കെ വരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഒരു ഫിസിൽ മതി. ഫിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിക്കോളൂ. അപ്പോൾ ആ സമയത്തേക്ക് അതിൻ്റെ ആവി പോകുമ്പോഴത്തേക്ക് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അല്ലെ അത്ര സമയം നമുക്ക് പോകത്തില്ലേ. അപ്പോൾ രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കായതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് കളയാനില്ല. സമയം തീരെ കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കനം കുറഞ്ഞ ദോശയാണോ കുഞ്ഞ് ബട്ടൺസ് ദോശയാണോ അത് നമ്മുടെ ഇഷ്ടം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. ഞാൻ ഒരുപാട് റൗണ്ട് എടുക്കത്തില്ല, ചെറിയ റൗണ്ടിൽ കുഞ്ഞു ദോശ എടുക്കുന്നത്. ദോശയുടെ കൂടി ഇച്ചിരി തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് സാമ്പാർ കുക്കർ ബിസ്ക്കറ്റിൽ വന്നു. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തു. അപ്പോൾ ദോശ ചുട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ആവിയൊക്കെ പൊക്കോളും. അപ്പം ഒരു ദോശ റെഡി. അപ്പം ഞാൻ ബാക്കി ദോശ കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ദോശ ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കി. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി സാമ്പാറിന് കടുക് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. എന്തൊക്കെ ഒന്ന് കഴുകിയെടുത്തപ്പോൾ അതിന് വെള്ളമായി ഉണ്ട്. അത് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. സാമ്പാർ പൊടിയൊക്കെ ചേർത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകൊക്കെ ഇട്ട് കൊടുക്കണേ. കറിവേപ്പില കൂടി ഉണ്ടെങ്കിലും ചേർത്തോളൂ കേട്ടോ. കറിവേപ്പില നല്ലതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടമുള്ള എണ്ണ എടുക്കുക കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയാണ് കറിക്ക് ടേസ്റ്റ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ചൂടായ എണ്ണയിൽ തന്നെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഇട്ട് ഉള്ളപ്പോൾ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പൊടി മൂത്ത് പോകും ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ പോണത് ഇതങ്ങോട്ട് വാങ്ങി താഴേക്ക് വെക്കും. എന്നിട്ട് ഇതെടുത്തങ്ങോട്ട് വെക്കും. വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടിരിക്കുകയല്ലേ, അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ശകലം മുളക് പൊടി. ഇതാകുമ്പോൾ നമുക്ക് പൊടികൾ ഒരുപാട് മൂത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ അതിനെയാണ് ഞാൻ ഇങ്ങനെ താത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയൊക്കെ ഒരു അളവ് ഞങ്ങൾ ചേർത്ത് കൊടുക്കും. അല്ലാതെ ഇത്ര ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും ഞാൻ പറയുന്നില്ല. ചേർത്ത് കൊടുക്കും. നമ്മൾ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം തന്നെ ഇത് നല്ല ചൂടാണ്. ഇതിന് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമല്ലേ. അപ്പം നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടത്തൊന്ന് ചെറുതായിട്ട് ചൂടായി എടുത്താൽ മതി. അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. അപ്പോൾ സാമ്പാറിനൊരു കരിഞ്ചൊവയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇപ്പം മൂത്തിട്ടുണ്ടാവും. കറക്റ്റ് മതി. ഈ പരുവം മതി. നമുക്ക് അടുപ്പത്തേക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ അരപ്പൊക്കെ ഒന്ന് അരപ്പല്ല നമ്മുടെ ഈ മസാലയൊക്കെ ചേർത്തതെല്ലാം കൂടി ഒന്ന് സാമ്പാറിലേക്ക് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്നുണ്ട് ഇപ്പം തന്നെ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഇച്ചിരി ഉപ്പിട് കുറവുണ്ട്. ഒരുപാട് വേണ്ട. കൈ കൊണ്ടിടാം. കൈയളവ കേട്ടോ.
അപ്പൊ കറക്റ്റായി ഉപ്പൊക്കെ. അപ്പൊ നമ്മുടെ സാമ്പാർ റെഡിയായി, രാവിലെ ദോശ റെഡിയായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ്, മോർണിംഗ് വ്ലോഗ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്സ് അറിയിക്കുക. അടുത്ത നല്ല വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.